പാഷൻ ഉണ്ടെങ്കിൽ ക്ഷീണം അറിയില്ല. ചില ഡോക്ടറെ അടുത്ത് നമ്മൾ പാതിരാക്ക് പോകും വയറുവേദനയായിട്ട് അല്ലെങ്കിൽ നെഞ്ചുവേദനയായിട്ട്. ഡോക്ടർ വാതിൽ ചിരിച്ചുകൊണ്ട് തുറക്കുന്ന ഡോക്ടറുണ്ട് അല്ലേ? ആ ഡോക്ടർ അല്ലേ രാവിലെ മുതലേ ഡോക്ടർ ഹോസ്പിറ്റലായിരിക്കും. എന്നിട്ട് പാതിരാത്രി പോകും ഡോക്ടർ ചിരിച്ചുകൊണ്ട് തുറക്കും. ഡോക്ടറെ കാണുമ്പോൾ തന്നെ നെഞ്ചുവേദനയും പോകും, വയറുവേദനയും പോകും. ചില ഡോക്ടറെ കാണുമ്പോഴാണ് അസുഖം കൂടുക. പാഷനേറ്റ് അല്ല. ആദ്യത്തെ ആൾ ഭയങ്കര പാഷനാണ്. ചില നഴ്സുമാർ ഇഞ്ചെക്ട് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ഓടും, ആവില്ല എന്ന് പറയും അല്ലേ? ചില ഡോക്ടർ നഴ്സുമാർ വരുമ്പോൾ വെച്ചോളൂ കുഴപ്പമൊന്നുമില്ല അല്ലേ? എന്താണ് സംഗതി? പാഷനേറ്റാണ്. നമ്മളെ പാഷനാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അതായത് ചിലപ്പോൾ നമ്മൾ ടൂറ് പോകുന്നില്ല. നിങ്ങൾ ടൂറ് പോകുന്നതിൻ്റെ തലേന്ന് രാത്രി ചിലപ്പോൾ നമ്മൾ 12 മണിക്കൊക്കെ കിടക്കുക. ഇസ്തിരിയൊക്കെ ഇട്ട് ബാഗിലിങ്ങനെ ഓരോന്ന് അടുക്കി വെച്ച് ചിപ്സൊക്കെ അതിൻ്റെ മേലൊക്കെ ഇട്ട് ഓരോന്ന് നമ്മൾ വയ്ക്കും. എൻ്റെ 12 മണിക്ക് ഉറങ്ങും. പക്ഷെ 4 മണിക്ക് നമ്മൾ എണീക്കും. ചാടി എണീക്കൂലേ? ആരെങ്കിലും വിളിക്കണോ? ഒരു മഹലൂക്കും വിളിക്കണ്ട. ചിലപ്പോൾ ഉറങ്ങി എണീക്കുമ്പോൾ ലുങ്കി അരക്കുണ്ടാവില്ല, കട്ടിൻ്റെ അടിയിൽ പോയിട്ടുണ്ടാവും. നമ്മളത് എടുക്കാൻ വരെ നിൽക്കൂല. നമ്മൾ ബാത്റൂമിലേക്ക് ഓടും. സോപ്പ് തന്നെ വേണമെന്നില്ല, ഒറ്റ മിനിറ്റ് കൊണ്ട് നമ്മൾ എത്തും അല്ലേ? അയാളുടെ ഓരോ നീക്കത്തിനും മൂവ്മെൻറ്റിനും ഉണ്ടല്ലോ ഒരു ബലയ നർത്തകൻ്റെ ഒരു റിഥം ഉണ്ടാവും. ഒരു റോപ്പ് സംഗീതത്തിൽ മൈക്കൽ ജാക്സന്റെ ഒരു ലെവലുണ്ടാവും. ഭയങ്കര ഹാപ്പിയാണ്. അയാൾ ഓടും. പാഷനേറ്റ് ആയിട്ടാണ്. സംഗതി മനസ്സിലായോ? നിങ്ങൾക്ക് പാഷൻ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ജോലി ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾ തിങ്കളാഴ്ച ആകുമ്പോൾ നിങ്ങളൊരു ചോദ്യമുണ്ട്, മൺഡേ നിങ്ങൾ ഇങ്ങനെ കണ്ണൊക്കെ വിടരും, നിങ്ങൾ ആഹ്ലാദവും സന്തോഷമൊക്കെ ഉണ്ടാവും. നേരെ തിരിച്ച് നിങ്ങൾക്ക് പാഷൻ അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാന്നറിയോ? മൺഡേ ഇന്ന് പോണ അവനെ എടുത്തിട്ട് ബാത്റൂമിൽ കൊണ്ടാക്കാൻ 2 ആൾ വേണ്ടി വരും. ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ 1 മിനിറ്റ് അല്ല, അവൻ അരമണിക്കൂർ വേണ്ടി വരും. തിരിച്ച് പോകുമ്പോൾ അവൻ ചോദിക്കും ഇന്ന് പോണ. കാരണം അവന് പാഷനില്ല. ആദ്യത്തെ ആൾക്ക് ബൈ ചോയ്സ് ആണ് അയാൾക്ക് കിട്ടിയത്. അയാൾ തിരഞ്ഞെടുത്തതാണ് അയാളുടെ കരിയർ. രണ്ടാമത്തെ ആളോ ബൈ ചാൻസ് കിട്ടിപ്പോയതാ. അത് ജോലിയല്ല, കരിയറല്ല, പണിയായിരുന്നു.